കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് കോറമ്പിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി, DKTFന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ജെയിംസ് കോറമ്പിൽ വടാട്ടുപാറയിലെ പാർട്ടി പ്രവർത്തനവും സ്ഥാനാർത്ഥി നിർണയവും എന്നിവയോടുള്ള പ്രതിഷേധവുമായാണ് പാർട്ടി വിട്ടത്. വടാട്ടുപാറയിലെ പാർട്ടിയുടെ പോക്ക് ശരിയല്ലെന്ന് കാണിച്ച് ഒരു വിഭാഗം മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ KPCCക്ക് പരാതി നൽകിയിട്ടുമുണ്ട്. കോൺഗ്രസിലെ പൊട്ടിത്തെറി വടാട്ടുപാറയിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായേക്കും. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ജെയിംസ് കോറമ്പിൽ ദീർഘകാലമായി കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും ഭാരവാഹിയായും പ്രവർത്തിച്ചു വന്നിരുന്നു. ഇപ്പോൾ വടാട്ടുപാറയിൽ പാർട്ടിയുടെ പോക്ക് ശരിയാം വിധത്തിലല്ലെന്നാരോപിച്ചാണ് ജെയിംസ് കോറമ്പിൽ രാജിവെച്ചിരിക്കുന്നത്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുമാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ കവളങ്ങാട് ബ്ലോക്ക് സെക്രട്ടറി, കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് തുടങ്ങി വിവിധ സ്ഥാനങ്ങളാണ് അദ്ദേഹത്തിന് ഇപ്പോഴുണ്ടായിരുന്നത്. ഞങ്ങളെ പരിഗണിക്കാതെ ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയല്ല, സ്ഥാനാർത്ഥി ഞങ്ങളാരും ആവശ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ സംഘടന നല്ല നിലയിൽ മുന്നോട്ട് പോകണം, സംഘടനാ ചർച്ചകൾ നടക്കണം, സംഘടനയിൽ കൂട്ടുത്തരവാദിത്തമുണ്ട്, അതെല്ലാം പരിഹരിക്കാതെ വന്നതിൻ്റെ പ്രതിഷേധ സൂചകമായി ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കവളങ്ങാട് ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനവും, കർഷക കോൺഗ്രസിൻ്റെ കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്ഥാനവും, കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി മെമ്പർ എന്ന സ്ഥാനവും, ഗാന്ധി ദർശന സമിതിയുടെ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് എന്ന സ്ഥാനവും രാജിവെച്ചതായി പാർട്ടി അറിയിച്ചിട്ടുണ്ട്. ഇനി പാർട്ടിയുടെ ഈ കാര്യങ്ങളൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നറിയിക്കുന്നു. വടാട്ടുപാറയിൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ മുതിർന്ന അംഗങ്ങളെ പൂർണ്ണമായും അവഗണിക്കുകയാണെന്ന് ജെയിംസ് കോറമ്പിൽ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഏകപക്ഷീയമായാണ് നടത്തിയത്. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അറിയിക്കുകയോ പങ്കെടുപ്പിക്കുകയോ ചെയ്തില്ല. പാർട്ടിയിലെ പ്രശ്നങ്ങൾ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിട്ടും ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വടാട്ടുപാറയിലെ ഞാനടക്കമുള്ള സീനിയർ നേതാക്കന്മാരെ യോഗങ്ങളിൽ വിളിക്കുകയോ അവരുടെ അഭിപ്രായങ്ങൾ തേടുകയോ അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയോ ചെയ്യാത്തൊരു സാഹചര്യം വടാട്ടുപാറയിൽ പുതിയ മണ്ഡലം പ്രസിഡന്റ് വന്ന ശേഷം ഉണ്ടായി. അവിടെ നടന്ന മണ്ഡല കൺവെൻഷനിൽ ഞങ്ങളാരും പങ്കെടുപ്പിച്ചിട്ടില്ല, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, ഞങ്ങളെ അറിയിച്ചിട്ടില്ല. പദയാത്ര നടത്തി, മണ്ഡലം തല പദയാത്ര KPCCയുടെ തീരുമാനപ്രകാരം നടത്തി. അതിൽ ഞങ്ങളെ സഹകരിപ്പിച്ചില്ല, പങ്കെടുപ്പിച്ചില്ല. ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്ന മുഴുവൻ വാർഡ് പ്രസിഡന്റുമാരെയും മാറ്റി, അത് ഞങ്ങളോട് പറഞ്ഞില്ല. കൂടാതെ അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കണമായിരുന്നു, മുൻ മണ്ഡല പ്രസിഡന്റുമാരെ ഉൾപ്പെടുത്തി സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റി ഉണ്ടാക്കണമായിരുന്നു. ആ കമ്മിറ്റിയോട് രൂപീകരിച്ചത് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അതിനുശേഷം ഈ വിഷയങ്ങളെല്ലാം പലവട്ടം എറണാകുളം DCC പ്രസിഡന്റിനെയും ഭാരവാഹികളെയും സംസ്ഥാന പ്രസിഡന്റിനെ അടക്കം KPCC പ്രസിഡന്റ് അടക്കം ഞങ്ങൾ അറിയിക്കുകയും പരാതി അയക്കുകയും എല്ലാം ചെയ്തിട്ടും അവിടെ വിളിച്ച് ചർച്ചകൾ നടത്തി പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടായില്ല. 4 ചർച്ചകൾ നടന്നെങ്കിലും ആ ചർച്ചകളിലൊന്നും ഫലപ്രദമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നേതൃത്വത്തിന് കഴിഞ്ഞില്ല. വടാട്ടുപാറ മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ നേരത്തെ തന്നെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഒപ്പിട്ട പരാതി KPCCക്ക് നൽകിയിരുന്നു. നടപടികളില്ലാത്ത സാഹചര്യത്തിൽ കൂടുതൽ നേതാക്കൾ പാർട്ടി വിടാൻ ഒരുങ്ങുന്നുവെന്നാണ് അറിയുന്നത്. PI പൈലി, KM അബ്ദുള്ള കുഞ്ഞ്, ജോയി കുര്യാക്കോസ്, സാബു ജോസ് തുടങ്ങിയ നിരവധി നേതാക്കൾ അസംതൃപ്തരുടെ നിരയിലുണ്ട്. വടാട്ടുപാറയിലെ 5 വാർഡുകളിലും കഴിഞ്ഞ തവണ UDF വിജയിച്ചിരുന്നു. ഈ വാർഡുകൾ നിലനിർത്തി കുട്ടമ്പുഴ പഞ്ചായത്ത് ഭരണം തുടരുമെന്ന അവകാശവാദവുമായി പാർട്ടി മുന്നോട്ടു പോകുന്നതിനിടെയാണ് പരസ്യപ്രതികരണവും രാജിവെക്കലും ഉണ്ടാകുന്നത്. ഈ പ്രശ്നങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. GTV ന്യൂസ്, കോതമംഗലം.